ഹോബാർട്ട് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം ബേത്ലഹേമിലെ നക്ഷത്രം. ഇനി ബാബിലോണിൽ നിന്നും യൂദയ നാട്ടിലേക്ക് ദൂരം, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള ദൂരം. കൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടെ. നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇളയമ്മയെ 3 മാസത്തോളം ശുശ്രൂഷിച്ചിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്നതിന്റെ തലേരാത്രിയിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആകാശത്തിന് കീഴെ എലിസബത്തിന്റെയും മറിയത്തിന്റെയും കൂടിക്കാഴ്ച. മൂന്ന് മാസം എത്ര വേഗം കടന്നു പോയല്ലേ. മേരി, നാളെ നീ നസ്രത്തിലേക്ക് മടങ്ങിപ്പോകുമല്ലേ? എന്റെ കുഞ്ഞെ, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ യഹോവേ, നാളെ നീ വീട്ടിൽ തിരികെ ചെല്ലുമ്പോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും നീ ഗർഭിണിയാണെന്ന്. നിന്റെ പിതാവ്, നിന്റെ അമ്മ, ദൈവദൂതന്റെ വാക്കുകൾ അവരോട് പറഞ്ഞ ആര് നിന്നെ വിശ്വസിക്കും? ആര് നിന്നെ മനസ്സിലാക്കും? ആരോട് നീ ഇതെല്ലാം പറയും? വേണ്ട മേരി, നീ ഈ അവസ്ഥയിൽ തിരികെ പോകണ്ട. ചാർച്ചക്കാരും എല്ലാവരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തും. ഓർത്തിട്ട് എനിക്ക് മേരി, വേണ്ട മേരി, നീ പോവണ്ട. നീ ഇവിടെ നിൽക്ക, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവിടെ ചെന്നാൽ നിനക്കായി കാത്തിരിക്കുന്ന ആ ജോസഫ്, അയാൾ നിന്നെ വിശ്വസിക്കുമോ? ഗർഭിണിയായി നിന്നെ അയാൾ സ്വീകരിക്കുമോ? എന്റെ ദൈവമേ. നോക്ക്, ഇളയമ്മ കരുതും പോലെ ഒന്നും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. ബന്ദി എന്ന പഴി കേട്ട് ഈ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ നിങ്ങൾ ഇന്ന് എത്ര ഭാഗ്യവതിയാണ്. ശക്തനായവൻ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഞാനും വിശ്വസിക്കുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്ക്. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്?
അവിടുന്നിൽ വിശ്വസിച്ചിട്ട് ആരെയാണ് അവിടുന്ന് വെറും കൈയാൽ പറഞ്ഞയച്ചത്? വാഗ്ദാനങ്ങളിൽ എന്നും വിശ്വസ്തനാണവൻ, വാക്കുമാറാത്തവൻ. എന്റെ യഹോവേ, എന്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ. ഇത് നിന്റെ കുഞ്ഞിന് അല്ല, പിറക്കാനിരിക്കുന്ന നമ്മുടെ രക്ഷകന്. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. In the name of King Herod and the Almighty Caesar, each man will return to the land of his ancestors. I must travel to Bethlehem. എനിക്ക് വയ്യ ജോസഫ്. Bethlehem. ഇനി ഒരടി നടക്കാൻ. We will find a place. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. I ask not your home, but any place you have. It's all I can do. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി.
ഹവ്വ ലോകനാശത്തിന് കാരണമായെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത മറിയം ലോകത്തിൻ്റെ സഹരക്ഷകയായി. മറിയത്തിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായി. ഇതാ സകല സൃഷ്ടികൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സന്ദേശം. മാലാഖമാരുടെ രാരീര ഗീതങ്ങൾ മുഴങ്ങിയ ബത്ലഹേമിലെ മഞ്ഞണിഞ്ഞ താഴ്വാരം. അജഗണങ്ങളുടെയും ഇടയന്മാരുടെയും മിഴികളിൽ പ്രത്യാശയുടെ പ്രകാശം വിതറിക്കൊണ്ട് ഒരു കാലിത്തൊഴുത്തിൽ ലോകരക്ഷകൻ യേശു പിറന്നിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സമയം മഹാനായ ഹേരോദോസ് രാജാവിന്റെ കൊട്ടാരത്തിൽ മിശിഹയുടെ ജനന വാർത്തയറിഞ്ഞ് വ്യാകുലനായിരിക്കുന്ന ഹേരോദോസ് രാജാവും സഭാംഗങ്ങളും. മന്ത്രിക്കും ശ്രേഷ്ഠന്മാർക്കും ഒന്നും പറയാനില്ലേ? നിങ്ങളുടെയൊക്കെ നാവിറങ്ങിപ്പോയോ? യൂദന്മാരുടെ രാജാവാകാൻ ഒരു അവതാരം പറഞ്ഞിരിക്കുന്നു, അതും എന്റെ അധീനതയിലുള്ള പ്രദേശത്ത്. ഈ കേട്ടതിൽ വല്ല വാസ്തവമുണ്ടോ? അതേക്കുറിച്ച് എന്തെങ്കിലും പറയൂ. ഓ, മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുടനെ നമ്മെ അറിയിക്കണം. അത് പിന്നെ മഹാരാജൻ. പിന്നെയല്ല, ഇപ്പോൾ നമുക്കറിയണം. പറയാൻ തുടങ്ങുകയായിരുന്നു പ്രഭു. പിന്നെ എന്താണ് താമസം? പറഞ്ഞു തുലയ്ക്ക്. മഹാരാജൻ, അങ്ങനെ അങ്ങ് കോപിച്ചാൽ മന്ത്രി എങ്ങനെയാ പറയുക? നമ്മുടെ അധികാരവും പ്രാഭവും പ്രൗഢിയുമെല്ലാം കവർന്നെടുക്കാൻ ഒരുവൻ വന്നുവെന്ന് കേട്ടാൽ നാം എങ്ങനെ അസ്വസ്ഥനാകാതിരിക്കും? പറയൂ, മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് യഹോവ നൽകിയ വാഗ്ദാന പ്രകാരം തന്റെ ഏകജാതനെ സകല മനുഷ്യരുടെയും രക്ഷകനായി ഭൂജാതനാക്കും എന്നത് തിരുവെഴുത്താണ്. അതത്രേ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നാം അറിഞ്ഞത് സംഭവിച്ചിരിക്കുന്നു. ഇല്ല, ആ ശിശു നമ്മുടെ പകരക്കാരനായി വളരാൻ പാടില്ല. എവിടെയാണ് ജനനം നടന്നത്? എന്നാണത്? ഉടനെ മുഴുവൻ വിവരങ്ങളും നമുക്ക് മുമ്പിലെത്തണം. ഒരു നാഴിക പോലും വൈകിക്കുവാനും കളയുവാനുമില്ല. മന്ത്രി, അടിയൻ. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവിന് കാത്തു നിൽക്കാതെ ഉടൻ ചെയ്യണം. മഹാരാജൻ, ശിശുവിന്റെ ജനനം നടന്ന സ്ഥലവും സമയവും അറിയുവാൻ നാം ഒരു വഴിയിണക്കിയിട്ടുണ്ട്. ശിശുവിനെ ജനന സ്ഥലത്ത് ചെന്ന് കാണുന്നതിന് കിഴക്ക് നിന്ന് 3 രാജാക്കന്മാർ നമ്മുടെ രാജ്യാതിർത്തിയിലൂടെ കടന്നു പോകുന്നുണ്ട്. 3 രാജാക്കന്മാരെയും നമ്മുടെ കൊട്ടാരത്തിലെത്തിക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. സർവ്വസൈന്യാധിപനെ അതിനായി നിയമിച്ചിട്ടുമുണ്ട്. കിഴക്കുദേശത്ത് നിന്നെത്തിയ 3 രാജാക്കന്മാരെ കൊട്ടാരം അതിഥികളായി എത്തിച്ചിട്ടുണ്ട് മഹാരാജൻ. വേണ്ട സമയത്ത് ഉത്തരവാദിത്തോടെ പെരുമാറുന്നതിൽ താങ്കൾ മുമ്പും മിടുക്കനാണ്. അഭിനന്ദനങ്ങൾ. രാജപ്രതിഭകളെ നമ്മുടെ കൊട്ടാരത്തിന്റെ പ്രൗഢമായ ആതിഥ്യാചാരപ്രകാരം അനയിക്കൂ. സ്വാഗതം, സുസ്വാഗതം.
തികച്ചും അപ്രതീക്ഷിതമായാണ് ബഹുമാന്യ രാജാക്കന്മാരുടെ എഴുന്നള്ളത്ത് നമ്മുടെ കൊട്ടാരത്തിലേക്ക് ഉണ്ടായത്. വലിയ സന്തോഷം. ആസനസ്ഥരാകൂ രാജശ്രേഷ്ഠരെ. അല്ലയോ കിഴക്കിന്റെ രാജാക്കന്മാരെ, എന്താണ് മഹത്തുക്കളുടെ ആഗമനോദ്ദേശം? മടിക്കണ്ട, തിരുമൊഴി വെളിവാക്കാം. വിശ്വപ്രശസ്തനായ ഹെറോദസ് മഹാരാജാവേ, യൂതന്മാരുടെ രാജാവായ നസറായനായ യേശു ഭൂജാതനായി എന്നറിഞ്ഞ് ഇറങ്ങി തിരിച്ചവരാണ് ഞങ്ങൾ. യഹൂദന്മാരുടെ രാജാവ്. ആ രാജാവ് എവിടെയാണ് ജനിച്ചതെന്നോ എപ്പോഴാണ് ജനിച്ചതെന്നോ അറിയാമോ? ഇല്ല, അത് അന്വേഷിച്ചു കണ്ടെത്തണം. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇത്രയും ശ്രമകരമായ ഒരു ഉദ്യമത്തിന് 3 രാജാക്കന്മാർ ഇറങ്ങി തിരിച്ചതിന് ഒരു ഉദ്ദേശമുണ്ടാവുമല്ലോ. എന്താണത്? അത് ലോകരക്ഷകനെ നേരിൽ ദർശിക്കണം, കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കണം, അനുഗ്രഹം സ്വീകരിക്കണം. വേണം, അത് വേണം. വലിയ രാജാവല്ലേ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ രാജാക്കന്മാരൊക്കെ കണ്ടു തൊഴുന്നത് നല്ലതാ. നാമും അങ്ങനെ തന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ നിങ്ങൾ ശിശുവിനെ കണ്ട് വണങ്ങി തിരികെ പോകുമ്പോൾ ഇതിലേ വരണം. എന്താ, മടക്കയാത്ര മറ്റു വഴിയോ മറ്റോ ആണോ തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങൾ 3 വരും. വിവരങ്ങളെല്ലാം നൽകും. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. നമുക്ക് സന്തോഷമായി. 3 മടങ്ങി വരുന്നതുവരെ നാം കാത്തിരിക്കും. ശിശുവിനെ കാണാൻ നമുക്ക് അത്ര തിടുക്കമായി. എങ്കിൽ നേരം വൈകിക്കേണ്ട, യാത്രയായിക്കോളൂ. മന്ത്രി, നമ്മുടെ അതിഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഹെറോദേസ് അരുംകൊല ചെയ്ത കുഞ്ഞു പൈതങ്ങളുടെ ദീനരോദനങ്ങൾ സ്വർഗത്തെ നൊമ്പരപ്പെടുത്തിയപ്പോൾ വിദിതനായ ദൈവം മറിയത്തിന്റെ അഗാധമായ താഴ്മയിൽ കടാക്ഷിച്ചുകൊണ്ട് ഏകജാതന നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചതിന്റെ നേരടയാളമായി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ.
താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേതലേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേതലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനി, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ സന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി